ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഡൽഹിയിലെ ഒരു സ്പെഷ്യൽ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വേഗത്തിന് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ട്രെയിനിനും എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലോട്ടാണ് ഞങ്ങൾ എയ്റോപ്ലെയിനിന് പോയത്. ഞങ്ങൾ പോയത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനായിരുന്നു കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നല്ലൊരു സർവീസും ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും എങ്ങോട്ടെങ്കിലുമൊക്കെ എയ്റോപ്ലെയിനിൽ പോകുന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഞങ്ങൾ ഡൽഹിയിലെത്തിയതിന് ശേഷം ആദ്യം പോയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റാണ്. നമ്മുടെ നാഷണൽ മോണുമെൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വാക്ക് വേ ഉണ്ടല്ലോ, വളരെ നല്ല ഒരു വാക്ക് വേ ആണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വാക്ക് വേ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ പക്ഷികൾ ഇതേപോലെ പറക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നത് ഇത് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ആണെന്നാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ബേർഡ്സിനെ നോക്കിക്കൊണ്ടിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഈ വാക്ക് വേയിലും കുറച്ച് നേരം വെറുതെ കറങ്ങി നടന്നുകൊണ്ടിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഇപ്പം കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. ആ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങ് ദൂരെ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ് കേട്ടോ. ഞാൻ അടുത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും അത് ഞാൻ ഡിലീറ്റ് ചെയ്തു പോയി എൻ്റെ അറിയാതെ. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാഞ്ഞത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ രാത്രി ആയാലാണ് ഇത് കുറച്ചുകൂടി കാണാൻ വേണ്ടി രസം, നമ്മുടെ ഡേ ടൈമിൽ കാണുന്നതിനേക്കാളും കേട്ടോ. അത് ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുത്തബ് മിനാറിനോട്ടാണ് കേട്ടോ. കുത്തബ് മിനാറിൽ ഇതേപോലെ കുറേ പക്ഷികളൊക്കെ അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുന്നെയൊക്കെ ഇതിലൂടെ നമുക്ക് ഈ കുത്തബ് മിനാറിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ കുറേ വർഷം പഴക്കമുള്ളത് കൊണ്ട് ഇത് പൊട്ടി വീഴുമോ എന്നുള്ള ഒരു ഫിയർ കൊണ്ട് ഇപ്പം അങ്ങനെ കയറ്റാറില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് ലോട്ടസ് ടെമ്പിളിലോട്ടാണ് കേട്ടോ. ലോട്ടസ് ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ സത്യം പറയാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കുത്തബ് മിനാറിൻ്റെ അടുത്ത് കുറേ ഇതേപോലെ ഏതാണ്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.